പ്രൈസ് ദി ലോർഡ്. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ബൈബിളിൽ നിന്നും ചില ട്രിക്കി ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജോളി ജയകുമാർ, തിരുവനന്തപുരം. വേഗത്തിൽ തന്നെ ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: എൻ്റെ പേരിനകത്ത് ഒരു മാസത്തിൻ്റെയും ഒരു ഉദ്യോഗസ്ഥൻ്റെയും പേരടങ്ങിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ ഒരാളിൽ ഞാനുണ്ടെന്ന് ഒരു സമൂഹം ആരോപിച്ചിട്ടുണ്ട്. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: ബെയൽസെബൂൽ. ഒരു മാസം ബൂൽ 1 രാജ 6:38. ഉദ്യോഗസ്ഥൻ സെബൂൽ. കാര്യസ്ഥൻ നഗരാധിപൻ. ന്യായാധിപന്മാർ 9:28, 30. സമൂഹം ആരോപിച്ചത് ശാസ്ത്രിമാർ യേശുവിലുണ്ടെന്ന്. മാർക്കോസ് 3:22. അടുത്ത ചോദ്യം: ഒരു മരുഭൂമിയുടെ നാമത്തിൽ അറിയപ്പെടുന്ന പിതാവ് ആരാണ്? ഉത്തരം: മാവോൻ മരുഭൂമി. 1 ശമൂവേൽ 23:35. മാവോൻ ബെൽസൂറിൻ്റെ പിതാവ്. 1 ദിനവൃത്താന്തം 2:45. അടുത്ത ചോദ്യം: സംഗീതത്തിൻ്റെ ഒരു ഘടകത്തിന് ലഭിച്ചിരിക്കുന്ന പേരിൽ ഒരു പോരാളിയുടെ ജന്മദേശമുണ്ട്. ഏതാണ്? ഉത്തരം: ഗദ്യ. സംഗീതത്തിലൊരു ഘടകം രാഗം. രാഗത്തിന് പേര് ലഭിച്ചത് ഗദ്യരാഗം. സംഗീതത്തിന് സ്വരം, രാഗം, താളം, പല്ലവി എന്നിങ്ങനെ ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് ഇവിടെ ഗദ്യത്തിന് ലഭിച്ചിരിക്കുന്നത്. പോരാളിയുടെ ജന്മദേശം ഗദ്യ. പോരാളി ഗോല്യാത്ത്. സങ്കീർത്തനം 81 തലക്കെട്ട്. 1 ശമൂവേൽ 17:4-23. അടുത്ത ചോദ്യം: ആദ്യാർപ്പണത്തിലാകാം, യാഗാർപ്പണത്തിൽ അരുത്. എന്താണ്? ഉത്തരം: പുളിപ്പുള്ളതും യാതൊരു വക തേനും. ലേവ്യ 2:11-12. ആകാം ആദ്യാർപ്പണം, ആദ്യഫലം. അരുത് യാഗാർപ്പണം, ദഹനയാഗം, സൗരഭ്യഭാസന. അടുത്ത ചോദ്യം: ഒരു കൂട്ടർ ഒരാളെ തേടി വന്ന സ്ഥലവും ഒരാൾ ഒരു കൂട്ടരെ തേടിപ്പോയ സ്ഥലവും ഒന്നാണ്. ആ സ്ഥലം ഏതാണ്? ഉത്തരം: ദോഥാൻ. അരാം സൈന്യം എലീശയെ പിടിക്കാൻ. യോസഫ് സഹോദരന്മാരെ തേടി. ഉൽപ്പത്തി 37:17. 2 രാജാക്കന്മാർ 6:11, 14. അടുത്ത ചോദ്യം: ഉറപ്പുള്ള കല്ലിലാണ് ഞങ്ങൾ ഭവനം നിർമ്മിച്ചത്. ഞങ്ങൾ ആരൊക്കെയാണ്? ഉത്തരം: പുഴിമുയൽ. സദൃശ്യവാക്യം 30:26. ശെബ്ന. യെശയ്യാവ് 22:15-16. ബുദ്ധിയുള്ളവർ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും ഉറപ്പുള്ള കല്ല് പാറമേൽ വീട് പണിതു. മത്തായി 7:24. അടുത്ത ചോദ്യം: സ്വയം പക്ഷികളോട് ഉപമിച്ചവൻ ആരാണ്? ഉത്തരം: അരിഷ്ടൻ. സങ്കീർത്തനം 102 തലക്കെട്ട്. പക്ഷികൾ വേഴാമ്പൽ, മൂങ്ങ, കുരുകിൽ. സങ്കീർത്തനം 102:6-7 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ഭരണാധിപൻ്റെ സഹോദരൻ്റെ നാമത്തിലുള്ള വ്യക്തികളുമായി യേശുക്രിസ്തു സംഭാഷണം നടത്തിയിട്ടുണ്ട്. എങ്കിൽ ആരൊക്കെയാണ്? ഉത്തരം: ഭരണാധിപൻ ദാവീദ്. ദാവീദിൻ്റെ സഹോദരൻ നഥനയേൽ. 1 ദിനവൃത്താന്തം 2:14, 2:15. യേശു സംഭാഷണം നടത്തിയത് കാനായിലെ നഥനയേലിനോട്. യോഹന്നാൻ 1:47, 21:2. ഫിലിപ്പോസ്. യോഹന്നാൻ 1:43. ഭരണാധികാരി ഹെരോദാവിൻ്റെ സഹോദരൻ ഫിലിപ്പോസ്. ലൂക്കോസ് 3:1. അടുത്ത ചോദ്യം: ഒരേ സംഗീത ഉപകരണം ഉപയോഗിച്ച 2 സ്ത്രീകൾ ആരെല്ലാമാണ്? ഉത്തരം: മിര്യാം. പുറപ്പാട് 15:20. ഇബ്താഹിൻ്റെ മകൾ. ന്യായാധിപന്മാർ 11:34. സംഗീതോപകരണം തപ്പ്. അടുത്ത ചോദ്യം:
മകൻ്റെ വിജയം ദേശത്തെ അറിയിച്ച പിതാവ് ആരാണ്? ഉത്തരം ശൗൽ. ശൗലിൻ്റെ മകനായ യോനാഥാൻ ഗേബയിൽ വെച്ച് ഫിലിസ്ത്യരെ തോൽപ്പിച്ചപ്പോൾ ശൗൽ ദേശത്തെ കാഹളമോദിച്ചു. 1 ശമൂവേൽ 13:2-3 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഒരു പാട്ടുകാരൻ്റെയും ഒരു പുരോഹിതൻ്റെയും പേര് ഒന്നാണ് എങ്കിൽ ആരൊക്കെയാണവർ? ഉത്തരം എല്യാശീബ് എന്നാണ് പേര്. സംഗീതജ്ഞൻ എല്യാശീബ്, എസ്ര 20:24. പുരോഹിതൻ എല്യാശീബ്, നെഹമ്യാവ് 13:4. അടുത്ത ചോദ്യം, 6 അക്ഷരത്തിൽ ആദ്യത്തെ 2 അക്ഷരം ഒരു സ്ത്രീനാമം, അടുത്തത് കാലതാമസം എന്നർത്ഥം വരുന്ന വാക്ക് എങ്കിൽ ആ വാക്ക് ഏതാണ്? ഉത്തരം ആശാ വിളംബനം. സ്ത്രീനാമം ആശ, വിളംബനം കാലതാമസം. സദൃശവാക്യം 13:12.